നല്ല സിനിമയായിരുന്നു. എല്ലാ പൃഥ്വിരാജ് പൊളിച്ച് എനിക്കൊരാഗ്രഹം, ഞാൻ അങ്ങനെ ട്രോൾ ചെയ്തതാണ്. വല്ല പഠിക്കും പോകണം. അമ്മയ്ക്ക് വളരെ ഇമോഷണലായി കരയുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതൊരു നോവൽ വായിച്ചിട്ട് ഫസ്റ്റ് ടൈം ഞാൻ നോവലോ ടീച്ചർ ഒന്നും കാണാണ്ടാണ് വന്ന സിനിമ കാണുന്നത്. നമുക്കതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടിയായിരുന്നു. നമുക്ക് എങ്ങനെയാണ് ആ ആടുജീവിതം, ആ ജീവിതത്തിൻ്റെ നമുക്കൊരു അങ്ങനെയൊന്നും ആരും ഞാൻ കേട്ടില്ല. പക്ഷേ സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. സെറ്റ് അടിപൊളി സിനിമ, അടിപൊളി സൂപ്പർ മൂവി, അൺബിലീവബിൾ. ഇത് ഓസ്കാറിൽ നിൽക്കില്ല, അതൊക്കെ മേലെ. രക്ഷയില്ല, അടിപൊളി ഫിലിം. എല്ലാവരും മസ്റ്റ് വാച്ച് എട്രി ആയിട്ട് തിയേറ്ററിൽ കാണേണ്ട ഒരു ഫിലിമാണ്. കരഞ്ഞു ശരിക്കും. നമുക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ വേറെ ഒന്നും പറയാനില്ല, എല്ലാവരും പോയി കാണും. നല്ല സിനിമയായിരുന്നു, നല്ലതായിരുന്നു. വേറെ ഒന്നും പറയാനില്ല, കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നല്ല സിനിമ. ഓക്കെ ആണ്, നല്ല പടം. കൊള്ളാം, നല്ല പടം. നല്ല പടം. കൊള്ളാം, കുഴപ്പമില്ല. സൂപ്പർ, അടിപൊളി സിനിമ. നല്ല പടമായിരുന്നു. പ്രതീക്ഷ പോലേക്കാളും അതിന് മേലെയായിരുന്നു. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഇല്ല പ്രത്യേകിച്ച് ലാഗൊന്നും തോന്നിയില്ല. അടിപൊളി പടം. നല്ല പടം. അടിപൊളി കൊള്ളായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. നല്ലൊരു പടമാണ്. സിനിമ കണ്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അത്രയും പടം എടുത്തിരിക്കുന്ന രീതി, നമ്മൾ ലൈക്ക് ഓരോ സീൻ കഴിഞ്ഞ ഒരു ട്രാൻസിഷൻ, നമ്മൾ ലൈക്ക് ഒരു സീൻ ഉണ്ടായിരുന്നു ലൈക്ക് അതിലിപ്പം പറയുന്നില്ല, പക്ഷേ ലൈക്ക് ആ സീൻ നമ്മൾ കണ്ട് തന്നെ അനുഭവിക്കണം. ഞാൻ ഇതൊരു നോവൽ വായിച്ചിട്ട് ഫസ്റ്റ് ടൈം ഞാൻ നോവലോ ടീച്ചർ ഒന്നും കാണാണ്ടാണ് വന്ന സിനിമ കാണുന്നത്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ പടം ലാഗില്ല, ലൈക്ക് അത് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീലോ ഇമോഷൻ ആസ് എൻ ഓഡിയൻസ് നമുക്ക് കിട്ടത്തില്ല. പൃഥ്വിരാജിൻ്റെയും പൃഥ്വിരാജിൻ്റെ പെർഫോമൻസും ബ്ലസ്സിയുടെ ഡയറക്ഷനും പടം കാണണം. കാണാണ്ടിരുന്നാൽ വലിയൊരു നഷ്ടമായിരിക്കും. അങ്ങനെയൊന്നും ആരും ഞാൻ കേട്ടില്ല. പക്ഷേ ഇതൊരു മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു പടമാണ്. അങ്ങനെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, ഒന്നും മിണ്ടാനില്ല. പ്രത്യേകിച്ച് AR റഹ്മാൻ്റെ മ്യൂസിക് എടുത്ത് പറയേണ്ട ഒന്നാണ്. നല്ല സിനിമയായിരുന്നു കേട്ടോ, വളരെയധികം ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ ഞങ്ങൾ വെള്ളമൊന്നും വാങ്ങിക്കാതെയാണ് കയറിയത്. പകത്ത് വെച്ച് ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ ആ എഫക്റ്റ് കിട്ടി. നമുക്കതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടിയായിരുന്നു. നമുക്ക് എങ്ങനെയാണ് ആ ആടുജീവിതം, ആ ജീവിതത്തിൻ്റെ നമുക്കൊരു എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടിയായിരുന്നു. എങ്ങനെയാണ് ആ ജീവിതം ജീവിച്ചത്, അങ്ങനെയൊക്കെ. നല്ല പടമായിരുന്നു, ഓസ്കാർ വിന്നിങ്. നല്ല പടമായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളി പടമായിരുന്നു. ഫീൽ ഗുഡല്ല, സെൻറ്റിമെൻ്റൽ മൂവിയായിരുന്നു. അടിപൊളി സിനിമയായിരുന്നു. വാവ്, ഫാന്റാസ്റ്റിക്. നമ്മുടെ ആ ഒരു വിഷ്വൽസ് വെച്ച് നമ്മളെ അങ്ങനെ മരുഭൂമിയിൽ എത്തിച്ച്, നമ്മുടെ മരുഭൂമിയിലെ നടുക്കാണെന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ വിഷ്വൽസ് ആയിരുന്നു. നല്ല സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സങ്കടം തോന്നി കണ്ടിട്ട്. ഭയങ്കര പറയാനും പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ അഭിനയം നല്ല അപാര അഭിനയമായിരുന്നു. കൂടുതൽ ഒന്നും പറയാനില്ല ഇതിനകത്ത്. വളരെ ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റി സ്റ്റഫ് ഫ്രം ഹോളിവുഡ്. എല്ലാ മേഖലയും, ഇപ്പം AR റഹ്മാൻ്റെ മ്യൂസിക് ആണെങ്കിലും ബ്ലസ്സിയുടെ ഡയറക്ഷൻ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, എല്ലാ മേഖലയിലും വളരെ നല്ല രീതി. അത് നമുക്കറിയാവുന്ന ഒരു കഥേനെ ഇത്രയധികം എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയി വളരെ മനോഹരമായ രീതിയിൽ. അമ്മയ്ക്ക് വളരെ ഇമോഷണലായി കരയുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ കിടിലം പടമായിരുന്നു കേട്ടോ, നല്ല സിനിമയായിരുന്നു. പൃഥ്വിരാജ് നല്ലപോലെ അഭിനയിച്ച്. ബ്ലസ്സിയുടെ മേക്കിംഗ് അടിപൊളിയായിരുന്നു. നല്ലൊരു ഇൻ്റർനാഷണൽ അപ്പീലൊക്കെ ഉണ്ടായിരുന്നു. അവാർഡൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയല്ല, വൈറലാവണമെങ്കിൽ ഇപ്പം ഇങ്ങനെ നല്ല സിനിമയായിരുന്നു. എല്ലാ പൃഥ്വിരാജ് പൊളിച്ച് ശരിക്കൊരു ഇല്ല, എനിക്കൊരാഗ്രഹം, ഞാൻ അങ്ങനെ ട്രോൾ ചെയ്തതാണ്. വല്ല പഠിക്കും പോകണം. അല്ലല്ല, അവൻ്റെ തന്നെ പൊക്കോട്ടെ, എനിക്കറിഞ്ഞൂടാ. ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ. എല്ലാം നല്ല സിനിമയായിരുന്നു.